കൊക്ക മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ. എല്ലാവരും ഒന്ന് കേൾക്കണം. ഞാൻ രണ്ട് കടക്കാരൻ. ഒന്ന് ഈ കടയൻ്റെ, പിന്നെ സാമ്പത്തികമായ കടം. രണ്ട് കടക്കാരനാണ് ഞാൻ. ഇവിടെ കച്ചവടം തുടങ്ങാൻ കാരണം ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ചാടിച്ചാവും. അപ്പം പിന്നെ അത് ആ ഒരു ശല്യമില്ല. പിന്നെ ചാകാൻ വരുന്നവന് യാതൊരു കുറ്റവും പറത്തില്ല, ആഹാരം കൊള്ളത്തില്ലെന്ന്. അങ്ങനെ ചില ഗുണങ്ങളുണ്ട് ഇവിടെ കട വെച്ചാൽ. എന്തായാലും അങ്ങോട്ട് തുടങ്ങാൻ രാവിലെ. ആ വെള്ളം ഓക്കെ. ആ ഓ ഹലോ. ആ അടി എന്തിയേ? അച്ഛനെന്തിയേ? കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പറയണേ. ആ എപ്പോ? അയ്യോ അതറിഞ്ഞില്ലല്ലോ. വെച്ചേ ഞാൻ വിളിച്ചോളാം. കുഞ്ഞിന് ചോറ് കൊടുക്കണം എന്ന് അമ്മായിപ്പനോടൊന്ന് പറഞ്ഞാൽ. ചോറും പപ്പടം പൊടിച്ചും കൂടെ കൊടുക്കണം എന്നാ പറഞ്ഞത്. ചോറ് വിളമ്പി വെച്ചിട്ട് പപ്പടം കൊണ്ട് മില്ലിൽ പോയേക്കുവാ പൊടിക്കാൻ. എന്താ പൊട്ടനാ അത്? അരകല്ല വെച്ച് പൊടിക്കത്തില്ല. ഞാനുണ്ടായിരുന്നു അങ്ങനെ ചെയ്തേ. ഒന്നും തിരിയുന്നില്ല. എന്തുവാടാ? കയറെന്തിനാ? കയറ് നല്ല താഴ്ച കാണത്തില്ലല്ലോ. പിന്നെ നല്ല താഴ്ച ഉണ്ട്. എനിക്ക് എളി കെട്ടിയിട്ട് ഇവിടെ കെട്ടി താഴെ പതുക്കെ ഇറങ്ങാനാ. ഒരുപാട് ഉയരത്തുനിന്ന് എനിക്ക് ചാടണ്ട. പതുക്കെ ചെന്നിട്ട് ചത്താ മതി. അവിടുന്ന് ബാക്കി ചാടിയാ ബാക്കി ചട്ട്. എന്താ പ്രശ്നം? അമ്മ പണിക്ക് പോകാൻ പറയുവാ. ആര്? എന്നോട് അമ്മ പറയാ പണിക്ക് പോവാ. എന്താ തള്ളേ അവര്? എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ കാണിക്കുന്നേ. അച്ഛനാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല. ആര്? എന്റെ അമ്മ. എന്തോ തള്ളേ അവര്? എനിക്കറിയാൻ വയ്യ. മിക്ക ദിവസമാണെങ്കിൽ അച്ഛൻ വെള്ളം കുടിക്കാതെ കിടക്കുന്നേ. അതെന്നാ? എനിക്കറിയാൻ വയ്യ. ഞാനും അച്ഛനും പണിക്ക് പോകത്തില്ല. അമ്മയാണെങ്കിൽ പണിക്ക് പോകും. എന്തോ തള്ളേ അവര്? എനിക്കറിയാൻ പറ്റിയ പണിക്ക് പോയിട്ട് വന്നിട്ട് മിക്ക ദിവസം അമ്മ ചിക്കനും കപ്പയും മേടിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ചിട്ട് അമ്മ കുളിക്കാൻ പോകും. എന്തോ തള്ളേ അത്? എനിക്കറിയാൻ വയ്യ. അമ്മ കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് എന്തോ തള്ളേ ഇത്? എനിക്കറിയാൻ വയ്യ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയെ കുറിച്ച്. പറഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് അവര് കുളിക്കാൻ പോകും. കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് ഞാനും അച്ഛനും കൂടെ ഈ കപ്പയും ചിക്കനും മൊത്തം കഴിക്കും. എന്തോ തന്തയാ ഇത്? എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അമ്മ കയറി വരുമ്പോ ഒന്നും കാണത്തില്ല. എന്തോ തള്ളേ ഇത്? എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അമ്മ വിശന്നിരുന്ന അമ്മ എന്നിട്ട് വീട്ടിൽ വെള്ളം മൊത്തം കുടിച്ച് പട്ടിണി മാറ്റിയിട്ടാ കിടക്കുന്നത്. രാത്രി അച്ഛൻ വെള്ളം കുടിക്കാൻ വന്ന് നോക്കുമ്പോ അടുത്ത് വെള്ളം കാണത്തില്ല. അച്ഛന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ അച്ഛൻ കിടക്കും. അമ്മ കൊടുക്കത്തില്ല. ചാപ്പാട് മൊത്തം തന്റെ മോനും കൂടെ തിന്നു. എന്നിട്ട് വെള്ളം കൂടെ കൊടുക്കാൻ കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പനിയായിരുന്നു. എന്തോ തള്ളേ ഇത്? എനിക്കറിയാം. ഞാൻ പനിന്നാ പറഞ്ഞേ. അപ്പൊ പനി ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ് നാളെ മുതൽ പണിക്ക് പോണേ മനുഷ്യാന്ന് പറഞ്ഞു. അച്ഛൻ നേരം വെളുത്തപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോയി. നാട് വിട്ടുപോയി. എവിടെ പോയി? ആ പണിക്ക് പോകാൻ പറഞ്ഞു നാട് വിട്ടുപോയി. എന്തോ തന്തയാ ഇത്? എനിക്കറിയാൻ വയ്യ. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ക്ലബിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ ഒരു ചാക്കാരി ഞങ്ങളുടെ അമ്മയ്ക്ക് സമ്മാനം കിട്ടി. ആ ക്ലബ്ബുകാര് അതെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്. എന്താ ഫേസ്ബുക്ക് ഇത്? എനിക്കറിയാൻ വയ്യ. ഇത് അച്ഛന്റെ ഫോണിൽ കണ്ടോണ്ട് അമ്മയെ വിളിച്ച് ചോദിച്ചു തിരിച്ചു കയറി വരട്ടെ എന്ന്. എന്തോ തന്തയാ ഇത്? എനിക്കറിയാൻ വയ്യ. എന്റെ ദൈവം. അതിന് അമ്മ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. അച്ഛനെ വിളിച്ചോണ്ട് വരാനല്ല, പിന്നെ ആ ഫോണിൽ മേടിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ആ പുല്ലൻ പിന്നെയും വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞു. എന്താ ഫോണാ ഇത്? എനിക്കറിയാൻ വയ്യ. പിറ്റേ ദിവസം ആയപ്പോ എന്റെ അടുത്ത് പറയാ പണിക്ക് പോയി. എനിക്ക് പണിക്ക് പോകാൻ വയ്യ. ഞാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ എന്താ പരിപാടി നിങ്ങൾ കാണിക്കുന്നത്? ചാടുന്നില്ലയോ? ഇതിന് താഴെ വല്ലം പോയി എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് ചോദിക്കും? നാണം ചോദിക്കും എന്നോട്. ചാകാൻ വന്നല്ലയോ? ഉടനെ അങ്ങനെയാണോ കാണിക്കുന്നത്? ഒരു മനുഷ്യൻ പേടിച്ചു പോലെ ഇത് പന്ന പരിപാടിയാണ്. വേണ്ട എനിക്ക്. സനൂപേ, സന്തോഷിന്റെ വീടിന്റെ വളവിലുള്ള തെങ്ങില്ലേ, ആ തെങ്ങിൽ ഒരു ഫ്ലെക്സ് വെക്കണം. പിന്നെ ആ വരുന്നിടത്ത് ആ ചെറിയ ഫ്ലെക്സ് എല്ലാം താഴോട്ട് വെച്ചേരെ. പിന്നെ കുറെ പോസ്റ്റർ ഒക്കെ നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് വെച്ചാൽ മതി. എപ്പോഴിപ്പം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാളെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കിട്ടുള്ളൂ. നല്ല ആഴമുള്ളത് തന്നെ. ആ ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം ചോദിക്കട്ടെ. ആ ചേട്ടാ ഇത് എത്ര താഴമുണ്ടോ ആഴം? ഇത് 338. അത്രയൊന്നും വരത്തില്ല. ഇല്ല. എന്തിനാ പോയി അളന്നിട്ടോ? അല്ല ഞാൻ അങ്ങനെ അളക്കാൻ പറ്റത്തില്ല എനിക്ക്. എനിക്ക് പലർക്കും സംശയം ഉണ്ട്. അതിനാ ടേപ്പ് വെച്ചത്. അല്ല 338. ആ സനൂപേ പറയുന്നത് 338 ഉണ്ടെന്നാ പറഞ്ഞ. ഈ ആരെയങ്ങ് തള്ളിയരെ
338 കൂട്ടിക്കോ. അപ്പൊ എന്തുവായാലും നാളെ ഓക്കെ. നാളെ ഹർത്താലായതുകൊണ്ട് ഇപ്പോഴേ ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ചേക്കണം. നാളെ പിന്നെ കിട്ടത്തില്ല. ആരാ ചാടി? ആരും മരിച്ചിട്ടില്ല. പിന്നെ ബോഡി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. കൂടി അതിന്റെ ഞാനിപ്പം ചാടാൻ പോവല്ലേ. ഫ്ലെക്സ് വെക്കണം പറഞ്ഞേ. എന്റെ ഫ്ലെക്സ് തന്നെ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഇപ്പോഴേ അത് നാളെ ഹർത്താലാവുമല്ലോ, അങ്ങ് അടിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഇപ്പോഴേ അടിച്ചു വെക്കാം. ഓ അപ്പൊ ഇത്ര ടിപ് ടോപ്പ് വന്നപ്പോ ഞാൻ ഓർത്തേ ആരുടെ ചാടിയെന്ന്. എന്ത് ജോലി എന്തുവാ? സ്റ്റീലിന്റെ ആ അലമാരയുടെ ഒക്കെ പരിപാടിയാ? അലമാരിയുടെ അല്ല, നമ്മ ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ? സ്റ്റീൽ എന്ന് വെച്ചാൽ മോഷണം. കള്ളനാ? കള്ളൻ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മതി. കള്ളനല്ലേ, മോശമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കള്ളൻ അങ്ങനെ അടിച്ചേച്ച് ആക്ഷേപിക്കരുത്. നിങ്ങൾ എന്താണെന്ന് അറിയാമോ? എന്റെ കേസിന്റെ പേപ്പറുകളാ ഇത് മൊത്തം. ഇത് മൊത്തം എന്ത് മോശം? എന്തോ മോശിച്ചേ? മോഷണമെന്ന് പറയരുത്. ഞാനൊരു ദിവസം ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ടു ഫ്രണ്ടിൽ ആ സീറ്റിലിരുന്ന ഒരു യുവതിയുടെ, ശ്രദ്ധിച്ചു കേട്ടോ, യുവതിയുടെ മാല, സ്വർണ്ണമാല പൊട്ടി തറയിലേക്ക് പോകുന്നു. ഞാൻ അതെടുത്ത് അതിന്റെ കൊളുത്ത് ശരിയാക്കാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ജുവലറിയിൽ ഇറങ്ങിയപ്പോൾ കുട്ടനാട്ടു വരമ്പിൽ കൂടെ താറാവ് വരുന്നതിന്റെ കൂട്ട് വരുന്നുണ്ട് പോലീസ്. അവിടെ ആരാ തെറ്റുകാരൻ? പോലീസാ. ഞാൻ ആ കൊളുത്ത് ശരിയാക്കാൻ പോയതല്ലേ, അതിന് ഞാൻ കുറ്റക്കാരൻ. ഓ അവിടെ നിങ്ങളെ കള്ളനാക്കി. അവിടെ എന്നെ കള്ളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതെ. അതെ, അത് ഒരു മ്ലേച്ഛമായ ഒരു വാക്കാണ്, അത് ഉപേക്ഷിക്കൂ. വീട്ടിലാരുണ്ട്? വീട്ടിലെ ഭാര്യയുണ്ട്. അവള് ഇരുന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുക. അപ്പൊ കഞ്ഞി വെക്കുന്നാരാ? കഞ്ഞി വെക്കുന്നത് അച്ഛനാ. അപ്പൊ കള്ളന് കഞ്ഞി വെച്ചവനാ അച്ഛനോ? പിന്നെ വേറെ എന്റെ വീടിന്റെ അടുത്തൊരു വീട്. അത് ആ വീട് ഞാൻ സുരക്ഷിതമായിട്ട് ചെന്ന് കുത്തി തുറന്ന് അവിടെ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ മൊത്തം ഞാൻ എടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. അത് നിസാര പ്രശ്നമാണ്. നിസാര പ്രശ്നമാണ് വീട് കുത്തി തുറന്ന് സ്വർണ്ണം എടുക്കുന്നേ. അതല്ലെന്ന്, വീടിന്റെ അപ്പുറത്തുള്ള നിസാർ ആ പ്രശ്നം, അവനാ കേസ് കൊടുത്തിരിക്കുന്നത്. നിസാര പ്രശ്നം അവനെ എങ്ങനെയാലും കൊടുക്കണം. തന്നെയല്ല അതിനും പോലീസ് എന്നെ തപ്പി നടക്കുക. അവിടെ എന്താണ് ഞാൻ എന്താണ്? കള്ളനായി. സ്റ്റീൽ മോഷണം. അതിനെ പറയാറുള്ളൂ. അതൊരു മ്ലേച്ഛമായ വാക്കാ. ഞാൻ പറഞ്ഞില്ലേ അത് കളയണമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ എപ്പോഴാ ചാടുന്നേ? ഉടനെയുണ്ടോ? അല്ല, ഒരു 11:30 ഇദ്ദേഹം എന്തിനു വന്നിരിക്കുവോ? എന്തിനു വന്നിരിക്കുവോ? ആവശ്യത്തിന് വന്നതാ. എത്ര മണിക്കാ ചാടുന്നത്? ഒരു 11:30. 11:30. ഇയാളും 11:30. ഒരു കാര്യം ചെയ്യോ, രണ്ടുപേരും കൂടെ താഴെ ഒരു 2 മണിക്കൂർ എടുക്കാം താഴെ ചെല്ലാൻ. 2 വട വല്ലതും എടുക്കട്ടെ, പാഴ്സല് വെള്ളം പോകുന്ന വഴി കഴിക്കാം. 2 മണിക്കൂർ എടുക്കും. ശരി, ഞാൻ ചേട്ടാ കുഴിക്കാത്ത പോയനെ എന്തോ ചെയ്യുമെന്ന് ചാകാൻ വന്നാ മര്യാദക്ക് ചത്തിട്ട് പോക്കണം. ചാകാൻ വന്നാന്ന് ഓർക്കല്ല, കൊന്നുകളയും ഞാൻ. എപ്പോഴും കുഴിക്കത്തില്ല. അല്ല, എന്തിനാ ഇയാൾ കയറ് കിട്ടുന്നത്? എന്തിനാ? ഭയങ്കര ദൂരമാ പോലും. താഴെ പകുതിക്ക് ചെന്നിട്ട് അങ്ങോട്ട് ചാടാനാ. നോക്കണ്ട, ഭയങ്കര ദൂരം കൂടുതൽ. എങ്ങനെ ചാടിഞ്ഞ്? ഓ വരുവാ. ആരാണ്? വടിയിലെ ഒരു പാർട്ടി കിടപ്പൻ, പുള്ളി മൊബൈൽ കുത്തിയിടാൻ തന്നു. വേറെ ആള് ചാടിയിട്ടുണ്ടോ? പുള്ളി ഇച്ചിരി കാശുകാരനാ, മടി നിറച്ച് പൈസ. ഞാൻ പറഞ്ഞ പൈസ ഇവിടെ വെക്ക്, തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചാടി പൈതൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിപ്പോ സമയത്ത് ചായ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ പൈസ തീരാതെ ഇവനെ കേറ്റത്തില്ല. കിടക്കാം. വരുന്നു, ചായ തരാം. ചേട്ടാ ഒരു വട ഇങ്ങനെ. വടയോ? ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അയ്യോ അവനെ ഇത് എടുക്കത്തില്ല. ഒരു കാര്യം ചെയ്ത് ആദ്യം ഇതിന്റെ കിടത്തി അടയ്ക്ക്. ഇതിന് ഇത്രയും വലിയ കിടത്ത് കിടന്നിട്ട് പ്രശ്നമില്ലല്ലോ ഇയാൾക്ക്. അതിന്റെ കിടത്തി അടയ്ക്ക്. ഇതിന്റെ അകത്ത് ഒരു ചെറിയ കിടത്ത് കിടന്നപ്പോ അത് പ്രശ്നമാക്കി എടുത്തല്ലോ. അത് അടച്ചിട്ട് അത് ഞാൻ കഴിക്കാം. ചേട്ടാ വേറൊരു കാര്യം ഞാൻ സംശയം ചോദിച്ചേ, ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കോ? എനിക്ക് പിടിക്കാത്ത തന്നെ അടിക്കും. അതല്ലെന്ന്, മറ്റേ ഇങ്ങനെ ഞാനിങ്ങനെ പറയുന്നത് അപ്പുറത്ത് എക്കോ അതുണ്ടോ ഇവിടെ? പിന്നെ എക്കോ ഉണ്ട്. എന്നാ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. മാറേ. ചായ വേണോ? ചായ അയ്യോ, എന്നെ കൂടെ പേടിപ്പിക്കുവാ. അവിടെ കയറി നിൽക്കല്ലേ, വീണ് ചാകാനെ കൊണ്ട്. ചായ വേണ്ടേ? ചായ വേണം. ഹലോ എടരി വേണ്ടടാ. എവിടാ? വേറെന്താ വേണം? മധുരം വേണം. ഇത് ഇവിടുന്നാന്നല്ലേ വരുന്നത്? ഇവിടുന്നാ. പിന്നെ പറഞ്ഞ അവിടെ അടിച്ചിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞേ. ഈ കാലാവസ്ഥ കണ്ടോ? എക്കോ ഒന്നും വരത്തില്ല. ഇപ്പൊ ഞാൻ എക്കോ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരെക്കോയ്ക്ക് ഇത്ര രൂപ. ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന്. എന്താണ്? ഇങ്ങോട്ടൊന്ന് വരൂ.
സ്ഥലമുണ്ടോ? ബാത്റൂം ഉണ്ടോ? വയറ് കണ്ടിച്ച് കളയണം. അതല്ല, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? എനിക്ക് വല്ലാത്ത പിന്നെ ഞാൻ ഇവിടെ ഹോട്ടലാണ്, വലിയ ഹോട്ടൽ നടത്തുവാണ്. നിനക്ക് ബാത്റൂം ഉണ്ടാക്കാൻ ഒരു പ്രശ്നമുണ്ട്. പറമ്പിലും കാണാൻ പോ. അങ്ങനെ പോകാൻ പറ്റത്തില്ല എനിക്ക്. പിന്നെ നടക്കേടാ, പറമ്പിൽ പോന്നെ പോ. അല്ല, അതിന് വെള്ളം അങ്ങ് പോണേ, അങ്ങ് പോണേ. മോനെ നിനക്ക് ചായ വട വെള്ളം വേണോടാ? നല്ലൊരു വിശന്നായിരുന്നല്ലോ അവിടെ. അവിടെ ഇരിക്കല്ലേ? ചൂടുണ്ടോ നോക്കണ്ട, ചൂടുണ്ടോ നോക്കിയേ. ചൂടുണ്ടോ നോക്കിയേ. നല്ല ചൂടുണ്ടല്ലോ മോനെ. പാരസെറ്റമോൾ ഉണ്ട് തട്ടം. എന്റെ ഉണ്ട്, എനിക്ക് വെള്ളം താണോ. തട്ടം പിടിച്ചടവാ ചെറുക്കന. എടാ നിനക്ക് എന്തിനാ പാരസെറ്റമോള്? പനിയാ, താഴെ ചെന്ന് കഴിഞ്ഞാൽ ആരും തരാനില്ലല്ലോ. താഴെ താമസക്കാരുണ്ട്. ഉണ്ടോ? പിന്നെ എങ്ങനെ? അതാണ് അവിടെ വീട് ഇങ്ങനെ വെളുത്ത് കാണുന്നത്. ആ, അത് എന്താണെന്നറിയാമോ? ഇവിടെ ചാടിയിട്ട് ചാകാത്തവർ അവിടെ ഇപ്പൊ ഒരു കോളനി പോലെ ഒരുപാട് വീട് വെച്ച് താമസിച്ചു. ആശുപത്രി ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് പോയാൽ തിരിച്ചു കിട്ടും. അയ്യോ പാരസെറ്റമോൾ ഒരെണ്ണം കളഞ്ഞല്ലോടാ. ബാക്കിയുള്ളവനെ കൂടെ പേടിപ്പിക്കാൻ. പേടിപ്പിച്ച് കളയാനൊക്കെ. ആ വരുന്നു മോനെ, വരുന്നു. എന്തൊക്കെയാന്ന് പുള്ളി ചോദിക്കുന്നത്? സി ടൈപ്പ് ചാർജറോ? ആ, ചായ ഒന്ന് കൊടുത്തോട്ടെ മോനെ. എന്താ ഗുളിക കഴിച്ചോ? ഗുളിക ഇനി ഉണ്ടല്ലോ. ഉണ്ടോ ഗുളിക? ഞാൻ പുള്ളിക്ക് ചായം കൊടുത്തോട്ടെ. ഓ അത് ശരി, ആളൊക്കെ മെടുക്കനായല്ലോ. 11:15 ഇപ്പം. എന്താ അല്ല, എനിക്ക് ചാടണോ? ചാടാനുള്ള സമയമായില്ല. ചാടാനുള്ള സമയം എത്ര മണിക്കാ പറഞ്ഞത്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തുവാ മോനെ വേണ്ടേ? വിശക്കുവോ? ആ വിശക്കുന്നു. ഇവിടെ ഒരു സാധനം ഇല്ല. പോ. നിങ്ങക്ക് ധൈര്യം വേണോ? ധൈര്യം വേണോ? ചാകാൻ എന്തെങ്കിലും പലഹാരം ഉണ്ടോ? ധൈര്യത്തിന് പലഹാരമല്ല, വേറെ ഐറ്റം ഇരിപ്പുള്ളൂ. സാധനം ചേട്ടാ, ഐറ്റം ഉണ്ട്, വേണോ? ഞാൻ കുടിക്കത്തില്ല. എടാ വാശി പിടിക്കാതെ കുടിക്കാ. 11 മണിക്ക് ചാടണ്ടേ? ചാകണോ? അത് അടിക്കണം. ഇതൊക്കെ അനുഭവിക്കണം ദൈവം. ഞാൻ ബലം പിടിക്കാതെ. നമ്മൾ ഇനിയും ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ആഴുവല്ലേ. എന്താ പേടിയാന്നു എനിക്കറിയാൻ പോയാ ചാത്തിട്ട് പോടാ. ചാത്തിട്ട് പേപ്പർ ഗ്ലാസ്സില്ലേ? എന്തോ പേപ്പർ ഗ്ലാസ്സില്ലേ? പേപ്പർ ഗ്ലാസ്. എടാ ഇതിനകത്ത് അടിക്കടാ, ചാകാൻ തുടങ്ങുമല്ലയോ. അടി ഇനിയിപ്പോ നിനക്ക് നല്ല ധൈര്യമായിരിക്കും. രണ്ടുപേരും കൂടെ അടിച്ചിട്ടേ പറ്റേ മദ്യമേ. ഇന്ന് ലാസ്റ്റിൽ കൂടി നീ എന്റെ ലിവറിനെ ഒന്ന് കഴുകൂ. കറക്കടി രണ്ടുപേർക്ക് നേരമൊക്കെ ആക്കി എടുത്ത് അടിക്കണം കേട്ടോ. ഇവിടെ കിടന്ന് കറങ്ങരുത്. ഇവിടെ കറങ്ങി ഇവിടെ കട വെക്കുമോ എന്നുള്ള പേടിയാ എനിക്ക്. ഇതിപ്പോ ഉസ്താദായല്ലോടാ. രണ്ടുപേരും കൂടെ പൈസക്ക് തന്നേ. പൈസ തന്നിട്ട് പോകാവേ. ചേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ അടിക്കുന്നില്ല മോനെ. ഒരു ചെറിയൊരു പെഗ് കഴിക്കുന്ന ഞങ്ങളുടെ സന്തോഷത്തിനാ. വേണ്ട വേണ്ട അടിച്ചു. അല്ല, ലാസ്റ്റിലായിട്ട് കാണുമല്ലേ ചേട്ടനെ? ചെറുത് കഴിക്കേ. കഴിക്കേ. എങ്ങനെയുണ്ടോ ഗിരിഗിരിപ്പ? എനിക്കെന്തുവാ, എനിക്ക് നമ്മളത് തരുമല്ലയോ. എടാ ഒരു ചെറുതൂടെ കഴിക്കടാ. എന്തുവാടാ നിന്നോടല്ലടാ, നീ ചാടി ചാവാൻ പോന്നീ. ഇപ്പോ ചാടി ചാവൂന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെക്കാട്ടി പ്രശ്നമുള്ള കൊള്ളാനാണ്. എന്നിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം. അതൊക്കെ വിട്ടുകള ചേട്ടാ, അതൊക്കെ വിട്ടുകള. ഇല്ലടാ, ഞാൻ ചായക്ക് ചാകണം. എന്തിനാ? എനിക്ക് അതുപോലെ കടവാടാ. ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് നീ ഇങ്ങനെ ചാടി ചാവാനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നോക്കത്തുള്ള എനിക്ക് ചാടെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിങ്ങൾ പോകരുത്. ഓ ചാകണോടാ എനിക്ക്. എന്റെ പൊലിയാടാ, നിങ്ങൾ ചാടരുത്. ചാടുമെന്ന് പറഞ്ഞു. ചാടുമോ? എന്റെ പൊലി മറ്റേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ചാടരുത്. ആർക്കാ ഇപ്പം ചാവണ്ടേ? എന്തോ എവിടെ പോവാ? എന്തോ കാണിക്കാൻ പോവാ? ഞാൻ ചാകാൻ പോയി. എനിക്ക് എന്തുവാ കാര്യം പറ. എന്നാ നീ അതിനേക്കാൾ നല്ലത് ചാവാൻ നിൽക്കരുത്. നമ്മളെ ഏറ്റവും കൂടുതൽ മണ്ടത്തുറ കാണിക്കുന്നത്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യേണ്ട വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടോണ്ടില്ലേ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആണോ? നിങ്ങൾക്ക് വേണ്ട ഓരോ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കണം. ജീവന് വേണ്ടി ഓരോരുത്തർ ഇവിടെ കിടന്ന് നിലവിളിക്കുക. അപ്പൊ നിസാര പ്രശ്നത്തിന് നമ്മൾ ഇവിടെ കിടന്ന് ചാകാൻ നിൽക്കരുത്. നിനക്ക് ഞാൻ ചെലവിൽ തരാം. നമുക്ക് അതിന്റെ തീരുമാനം എന്തുവാ? എന്തുവാ തീരുമാനം? പറ. എങ്ങനെയാലും അടിച്ച് നിർത്തട്ടെ. പിന്നെ വേണ്ടേ? അങ്ങനെ ആട്ടെ.